ദിലീപിന്റെ ജാമ്യ ഹർജിയിൽ ശക്തമായ വാദപ്രതിവാദമാണ് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ നടന്നത്. ദിലീപിനെതിരെ ഗൂഢാലോചന നടത്തിയതിന് കൃത്യമായ തെളിവുകളുണ്ടെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. ഇതിനുള്ള സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളുമുണ്ട്. കേസ് ഡയറിയിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വാദിച്ചു. കേസിന്റെ ബാക്കി അന്വേഷണത്തിനെ ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രോസിക്യൂഷൻ പ്രധാനമായിട്ടും ഇതിൽ വാദം ഉന്നയിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ 11-ാം പ്രതി ദിലീപിനെതിരെ വ്യക്തവും കൃത്യവുമായ തെളിവ് പ്രോസിക്യൂഷന് ലഭിച്ചിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർ അതിൻ്റെതായ എല്ലാ രേഖകളും കളക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ സാക്ഷിമൊഴികളും ഉണ്ട്. മറ്റുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇരയായ നടിയെ അപമാനിക്കുന്ന സമീപനമാണ് ദിലീപിന്റെ അഭിമുഖങ്ങളിലുള്ളത്. ദിലീപ് അകത്തുള്ളപ്പോൾ തന്നെ ഇരയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രചാരണമാണ് നടക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രതി പുറത്തിറങ്ങിയാൽ എന്താകും സ്ഥിതിയെന്നും പ്രോസിക്യൂഷൻ ചോദിച്ചു. ദിലീപിനെതിരെ കൊടുംകുറ്റവാളിയായ പൾസർ സുനിയുടെ മൊഴിയല്ലാതെ മറ്റൊന്നുമില്ലെന്ന് പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി. റിമാൻഡ് റിപ്പോർട്ടിലെ പോലീസിന്റെ വാദങ്ങളെയും ദിലീപിന്റെ അഭിഭാഷകൻ തള്ളിക്കളഞ്ഞു. ഇരുപക്ഷത്തെയും വാദം വിശദമായി കേട്ട കോടതി പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിക്കുകയായിരുന്നു. അന്വേഷണത്തിന്റെ ഈ ഘട്ടത്തിൽ പ്രതിക്ക് ജാമ്യം നൽകാനാവില്ലെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. ദിലീപിന്റെ ജാമ്യ ഹർജിയിലെ തുടർന്നുള്ള നിയമ പോരാട്ടങ്ങൾ ഇനി ഹൈക്കോടതിയിലാകും നടക്കുക. അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിൽ നിന്നും ബിനിൽ, മാതൃഭൂമി ന്യൂസ്.